അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗതാഗതത്തിനായി തുറന്നു നൽകി. റോഡ് തുറന്നു നൽകാത്തത് രാഷ്ട്രീയ നാടകമാണെന്ന് LDF നേതാക്കൾ. അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ച മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗതാഗതത്തിനായി തുറന്നു നൽകി. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകാത്തതിനെ തുടർന്നാണ് LDF പ്രവർത്തകർ ചേർന്ന് റോഡ് തുറന്നു നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും 34 ലക്ഷം രൂപ അനുവദിച്ചാണ് 2 മാസത്തോളം അടച്ചിട്ട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. വൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിലാണ് റോഡ് അവസാനിക്കുന്നത്. മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലും ടൈൽ വിരിച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നാൽ വാഹന ഗതാഗതം കൊണ്ട് മൂവാറ്റുപുഴ വിയർപ്പുമുട്ടിയിട്ടും പണികൾ പൂർത്തിയായ റോഡ് തുറന്നു നൽകാത്തത് രാഷ്ട്രീയ നാടകമാണെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ഏതാണ്ട് 1-2 മാസക്കാലം ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഏതാണ്ട് 100 മീറ്ററോളം വരുന്ന സ്ഥലത്ത് കണ്ടിരിക്കുന്നതിന് വേണ്ടി 1.5 മാസം എടുത്ത ഒരു വർക്ക്, 2.5 മാസത്തോളം എടുത്ത വർക്കാണ് ഇവിടെ ഇപ്പൊ ഈ അടുത്ത് നടന്നത്. അത് ജനങ്ങളെ ആകമാനം പട്ടണം വീർപ്പുമുട്ടിയ സമയത്ത് ഈ റോഡ് തുറന്നു കൊടുക്കണമെന്ന് ഇടതുപക്ഷ പ്രവർത്തകരെ, ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിട്ടും പണി പിന്നീട് എന്ന് പറഞ്ഞ് വച്ച് താമസിച്ചിട്ട് ഇപ്പോൾ ഈ വർക്ക് തീർന്നിരിക്കുക. ഇത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ട് വർക്ക് തീർന്നു. ഇത് ഇന്ന് തുറന്നു കൊടുക്കുന്ന ഒരു ഉദ്ഘാടനം എന്നുള്ള ഒരു പറ്റിപ്പ് വേല നമ്മുടെ മൂവാറ്റുപുഴയിലെ ഒരു പണിയില്ല, ഒന്നും ചെയ്യാതെ കണ്ട് 5 ആണ്ട് അടുക്കുന്ന സമയത്ത് ഒരു വക പ്രവൃത്തിയും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ചെയ്യാതെ കണ്ട് ഈ മൂവാറ്റുപുഴയ്ക്ക് ക്ഷാമമായി മാറിയ ഈ MLA ഇപ്പോൾ ഒരു ഉദ്ഘാടനം എന്നുള്ള മാമാങ്കം നടത്താൻ വേണ്ടി വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു ഉദ്ഘാടനം വേണ്ട. റോഡ് പുതിയ റോഡല്ല, അല്ലെങ്കിൽ ഫോർമേഷൻ ചെയ്യുന്നതല്ല, റീടാറിങ് മാത്രം. ആ ഒരു വർക്കിന് വേണ്ടി ഒരു ഉദ്ഘാടനത്തിന് MLAയും അനുവാദങ്ങളുമായിട്ട് കൗൺസിലർമാരും ചെയർമാനും അടക്കം വരാൻ പോവുകയാണ്. ഇന്നിപ്പോൾ വലിയ ഭാരസാവിത്രിക്ക് ഇവിടെ വലിയ ബോർഡുകൾ മുനിസിപ്പൽ ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ നിസ്സാരപ്പെട്ട ഒരു വർക്കിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ന് 10 മണിക്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഈ പട്ടണത്തിലെ ജനങ്ങളോട് താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിജയിത്താത്മാവായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഈ പട്ടണത്തിലെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഡ്വാൻസായി ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനം നാം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ്, ലഘുവായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മുൻ നഗരസഭാ ചെയർമാൻ MA സഹീർ, നഗരസഭാ കൗൺസിലർ മജീദ് മങ്ങാടൻ, മുൻ നഗരസഭാ കൗൺസിലർ KG അനിൽകുമാർ, കരീം CS, അസീസ് തെങ്ങിൻതോട്ടം, അഫ്സൽ, ഹംസ എന്നിവർ ചേർന്നാണ് റോഡ് തുറന്നു നൽകിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.